നമസ്കാരം. 2014 ജനുവരി 3 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തെ ഏറ്റവും ഒടുവിൽ ഒരു പത്രസമ്മേളനം നടത്തിയ ദിവസമായിരുന്നു അന്ന്. 10 വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിട്ട് 100 മാധ്യമ പ്രവർത്തകരുടെ 62 ചോദ്യങ്ങൾക്ക് പണ്ട് മൻമോഹൻ സിംഗ് മറുപടി നൽകിയതിനു ശേഷം അങ്ങനെ ഒരു സംഭവം തന്നെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. മലയാള മാധ്യമങ്ങളടക്കം നിരന്തരമായി മോദിക്കെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്നില്ല എന്നത്. എന്നാൽ ഇപ്പോഴിതാ ഈ വിമർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുനയൊടിക്കുന്ന മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മാധ്യമങ്ങൾ മാത്രമായിരുന്നു വിവരങ്ങൾ അറിയാനുള്ള ഏക മാർഗം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സമൂഹ മാധ്യമങ്ങളടക്കം പല മാർഗങ്ങൾ മുന്നിലുണ്ട്. ഇന്ന് മാധ്യമങ്ങളില്ലാതെ തന്നെ പൊതുജനങ്ങൾക്കും അവരുടെ ശബ്ദം ജനപ്രതിനിധികളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. നേതാക്കൾക്കും മാധ്യമങ്ങളുടെ പിൻബലമില്ലാതെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ സാധിക്കും. ഇതായിരുന്നു മോദി നൽകിയ ഉത്തരം. സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും അധികം ഫോളോവേഴ്സ് സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ ഉള്ളത് താനും. എന്തായാലും ഇതിനു പുറമെ മറ്റൊരു നിരീക്ഷണം കൂടി മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നില്ല. ഓരോ സ്ഥാപനങ്ങൾക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ട്. അതുമായി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പഴയ രീതികളിലേക്ക് മടങ്ങേണ്ട ഒരാവശ്യവുമില്ല. ആശയവിനിമയത്തിനുള്ള ഏക മാർഗം മാധ്യമങ്ങളാണ് എന്ന അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ജനങ്ങൾക്കും ജനപ്രതിനിധികളിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. അതിനിടയിൽ മാധ്യമങ്ങളുടെ ആവശ്യമില്ല. ഈ ചാനലുകളെയും പത്രങ്ങളെയും ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതേസമയം സമൂഹ മാധ്യമങ്ങൾ ഒരു വിപ്ലവത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ന് ആർക്ക് വേണമെങ്കിലും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും. പ്രശ്നങ്ങൾ നേതാക്കളെ അറിയിക്കാൻ സാധിക്കും. ഇതുതന്നെയാണ് മോദി ഇതിന് നൽകിയിരിക്കുന്ന ഉത്തരം. എന്തായാലും മോദി മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ള ഈ ചോദ്യം അത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് മോദിയോട് ചോദിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തന്നെ നിരവധി ദേശീയ മാധ്യമങ്ങൾക്കുൾപ്പെടെയാണ് മോദി ഇപ്പോൾ അഭിമുഖങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് തനിക്കെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തിന് കൃത്യമായ ഉത്തരം മോദി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.